ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി രസമാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് കുരുമുളകാണ് ചതച്ചത്, കായം 2 ടീസ്പൂണ്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം ഒരു 8 എണ്ണം വീതം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, മല്ലിയില, ഒരു തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കടുക്, ഉലുവ, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി റെഡിയാക്കി വെച്ചാണ്. ഒരു പാത്രം വെള്ളം. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടി. ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകാണ് 2 എണ്ണം. ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നല്ലോണം മൂത്തിട്ട് വന്നിട്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി കായവും കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറി വരുന്നത് നോക്കാം. ഇനി നമുക്ക് മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ ഉപ്പ്. നല്ലോണം പച്ചമണം മാറ്റി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി ഇനി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പ് പാകമാണോ എന്നുള്ളത് നോക്കണം. ഉപ്പ് കൂടുതലിടാം, കുറവ് വേണ്ടവർക്ക് കുറവിടാം. നല്ലോണം തിളക്കട്ടെ. മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുറച്ചൊന്ന് ചൂടാറിയിട്ട് എല്ലാവർക്കും ചൂടോടുകൂടി വിളമ്പാം. അടിപൊളി രസമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.